ഈ വർഷത്തെ ഏറ്റവും പ്രധാന റിലീസുകളിലൊന്നാണ് ദ ഒഡീസി. ഹോമറിന്റെ പ്രസിദ്ധമായ ഗ്രീക്ക് ഇതിഹാസത്തെ ആസ്പദമാക്കി ക്രിസ്റ്റഫർ നോളൻ ഒരുക്കിയ ഈ ചിത്രത്തിനായി ആകാംക്ഷയോടെയാണ് ലോകം കാത്തിരിക്കുന്നത്. ട്രോജൻ യുദ്ധത്തിന് ശേഷം സ്വന്തം നാടായ ഇത്താക്കയിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്ന ഒഡീസിസിന്റെ കഥയാണ് സിനിമ പറയുന്നത്. വീട്ടിലേക്കുള്ള വഴി ആ യോദ്ധാവിന് എളുപ്പമായിരുന്നില്ല. പല വെല്ലുവിളികളും ഒഡീസിസിന്റെ മുന്നിൽ വരുന്നു. ഇവിടെ നോളന്റെ മുന്നിലും നിരവധി വെല്ലുവിളികളാണ് ഉയരുന്നത്. അത് സെറ്റിലല്ല, എഡിറ്റിംഗ് സ്യൂട്ടിലുമല്ല, സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളുടെയും വിവാദങ്ങളുടെയും രൂപത്തിൽ. സിനിമയുടെ കാസ്റ്റിംഗ് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തുടങ്ങിയതാണ് വിമർശനങ്ങൾ. നോളന്റെ ഒഡീസി കുറച്ചു കൂടുതൽ ലിബറൽ ആയേക്കുമെന്ന് യാഥാസ്ഥിതികർ ഭയപ്പെട്ടു. ട്രാൻസ്ജെൻഡർ നടൻ എലിയറ്റ് പേജും റാപ്പർ ട്രാവിസ് സ്കോട്ടും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു ആദ്യ മുറുമുറുപ്പുകൾ. ഇതിഹാസ യോദ്ധാവ് അക്ലീസിന്റെ വേഷമാകും പേജ് അവതരിപ്പിക്കുക എന്നായിരുന്നു ആദ്യം പ്രചരിച്ചിരുന്നത്. അതോടെ തീവ്ര വലതുപക്ഷക്കാർ കാസ്റ്റിംഗിനെതിരെ ശക്തമായി രംഗത്തെത്തി. എന്നാൽ പേജ് സിനോൻ എന്ന കഥാപാത്രത്തെ ആയിരിക്കും അവതരിപ്പിക്കുക എന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ഇതൊന്ന് കെട്ടടങ്ങി. കവി ഡെമോഡോക്കസിനെ അവതരിപ്പിക്കാൻ റാപ്പറായ ട്രാവിസ് സ്കോട്ടിനെ തിരഞ്ഞെടുത്തതും പലരെയും അസ്വസ്ഥരാക്കി. ഈ അസ്വസ്ഥത അതിന്റെ മൂർധന്യത്തിലെത്തിയത് ട്രോയിയിലെ ഹെലൻ രാജകുമാരി ആരായിരിക്കുമെന്ന് അറിഞ്ഞപ്പോഴാണ്. ലുപിറ്റ ന്യൂങ്കോ എന്ന കെനിയൻ വംശജയായ നടിയെയാണ് ഈ വേഷത്തിലേക്ക് നോളൻ തിരഞ്ഞെടുത്തത്. നടിയുടെ തൊലിനിറം പലർക്കും പ്രശ്നമായി. ട്രോജൻ യുദ്ധത്തിന് തന്നെ കാരണമായ ആ അഭൗമ സൗന്ദര്യത്തെ എലിസബത്ത് ടൈലർ മുതൽ ഡയാൻ ക്രൂഗർ വരെ ചെയ്ത വേഷം ഒരു കറുത്ത വർഗ്ഗക്കാരി അവതരിപ്പിക്കുകയോ യാഥാസ്ഥിതികർക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഹോമർ പണ്ഡിതരുടെയും വലതുപക്ഷ നിരീക്ഷകരുടെയും പോസ്റ്റുകളുടെ പെരുമഴയായിരുന്നു പിന്നീട് അങ്ങോട്ട്. അതിപ്പോഴും തോർന്നിട്ടില്ല. ഒരു വെള്ളക്കാരിയെ ലോകത്തെ ഏറ്റവും സുന്ദരിയായി കാട്ടിയാൽ റേസിസ്റ്റ് എന്ന വിളി കേൾക്കേണ്ടി വരുമെന്ന് ഭയന്നിട്ടാണ് നോളൻ ലുപിറ്റ ന്യൂങ്കോയെ കാസ്റ്റ് ചെയ്തതെന്നായിരുന്നു മാറ്റ് വാൾഷ് എന്ന വലതുപക്ഷ നിരീക്ഷകന്റെ എക്സ്പോസ്റ്റ്. ഏത് കേസും പിടിക്കുന്ന എലോൺ മസ്കും ഇത് ഏറ്റുപിടിച്ചു. വാൾഷിന്റെ പോസ്റ്റിന് സത്യമെന്നായിരുന്നു മസ്കിന്റെ റിപ്ലൈ. മറ്റൊരു പോസ്റ്റിൽ അവാർഡിന് വേണ്ടിയാണ് നോളൻ ലുപിറ്റയെ കാസ്റ്റ് ചെയ്തതെന്നും ശതകോടീശ്വരൻ കുറിച്ചു. അവിടെയും തീരുന്നില്ല. സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നപ്പോഴാണ് അടുത്ത വിമർശനം. അഭിനേതാക്കൾ അമേരിക്കൻ ഉച്ചാരണ ശൈലിയും ആധുനിക സംഭാഷണ രീതികളുമാണ് ഉപയോഗിക്കുന്നത്. സ്പൈഡർമാൻ താരം ടോം ഹോളണ്ട് ഡാഡ് എന്ന് പറയുന്നത് ഷേക്സ്പിയർ നാടകങ്ങളിലേതുപോലെയാണെന്ന് ട്രെയിലർ ഡീകോഡ് ചെയ്തവർ തെളിവുകൾ നിരത്തി. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട നോള എന്ന് ഉപദേശങ്ങൾ വന്നു. ഈ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും അവ അർഹിച്ച മറുപടി തന്നെയാണ് നോളൻ നൽകിയത്. സിനിമ കാണുന്നതിന് മുൻപ് നടക്കുന്ന ഇത്തരം ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഈ ചർച്ചകളിൽ ഏർപ്പെടുന്ന ആർക്കും തന്നെ ഈ സിനിമ യഥാർത്ഥത്തിൽ എന്താണെന്ന് ഇതുവരെ അറിയില്ലെന്നായിരുന്നു നോളന്റെ മറുപടി. എന്തുകൊണ്ടാകും നോളന്റെ ഒഡീസിക്ക് ഇത്ര ഹേറ്റ് കിട്ടുന്നത്? ഒരു സിനിമ തങ്ങൾ വിചാരിച്ചതിന് വിരുദ്ധമായിട്ടാണ് സംവിധായകൻ എടുക്കുന്നതെങ്കിൽ അതിനെ കീറിമുറിക്കുന്ന പ്രവണത അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ ബലപ്പെട്ടു വരികയാണ്. ഇതുവഴി ലഭിക്കുന്ന ശ്രദ്ധയാണ് മറ്റൊരു കാര്യം. അതിപ്പോൾ എഴുതാപ്പുറം വായിച്ചിട്ടാണെങ്കിലും. പിന്നൊന്ന് ചിലർക്കുള്ളിൽ സഹജമായുള്ള വർണ്ണവെറിയും പാരമ്പര്യവാദവുമാണ്. എമിലി വിൽസൺ 2017 പുറത്തിറക്കിയ ഹോമർ കാവ്യങ്ങളുടെ ഇംഗ്ലീഷ് വിവർത്തനമാണ് സിനിമയ്ക്കായി നോളൻ ആശ്രയിച്ചതെന്ന് കേട്ടപ്പോൾ തന്നെ ഇവരിൽ പലരും നെറ്റി ചുളിച്ചിരുന്നു. ഒഡീസി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആദ്യ വനിതയാണ് എമിലി. നൂറ്റാണ്ടുകളായുള്ള പുരുഷാധിപത്യ വിവർത്തനങ്ങൾ തുറന്നു കാട്ടിയ ആ കാഴ്ചപ്പാടിനൊപ്പമാണ് നോളൻ സിനിമയിൽ നിലയുറപ്പിക്കുന്നതെങ്കിൽ ഇപ്പോഴുള്ള വിമർശനങ്ങൾ ഒരു ടീസർ മാത്രമാകും. പിന്നെ ഇതിലും വലുത് പ്രതീക്ഷിച്ചാകുമല്ലോ നോളൻ ഈ കളിക്ക് ഇറങ്ങിയിട്ടുണ്ടാകുക.